എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വീട്ടിൽ എങ്ങനെ സാമ്പാർ പൊടി തയ്യാറാക്കിയെടുക്കാം എന്നാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും വീട്ടിൽ സാമ്പാർ തയ്യാറാക്കുന്നവർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ആവശ്യമായ സാധനങ്ങൾ: വറ്റൽമുളക് 10 എണ്ണം, 2 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ തുവര, 1 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കുരുമുളക്, കറിവേപ്പില. കടലപ്പരിപ്പ് 1/4 കപ്പ്, 1/2 കപ്പ് മല്ലി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കായം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ എടുത്ത സാധനങ്ങളെല്ലാം ഓരോന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആദ്യം ഞാൻ മുളകിട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ജീരകം ചേർത്ത് കൊടുക്കാം. ഓരോന്നും മൂക്കുന്നത് ഓരോ രീതിയിലാണ്, അതുകൊണ്ടാണ് ഞാനിത് ഒരുമിച്ചിട്ട് കൊടുക്കുന്നത്, ഓരോന്നായിട്ട് വറുത്തെടുക്കുന്നത്. തുവര, ഉലുവ, കുരുമുളക്, ഉഴുന്ന്, കറിവേപ്പില, കടലപ്പരിപ്പ്, മല്ലി, അപ്പോൾ ഞാൻ വറുത്തതെല്ലാം ഒരു പാത്രത്തിലിട്ടുണ്ട്. ഇതിന് ചെറിയ ചൂടുണ്ട്, അപ്പോൾ ആ ചൂടിലേക്ക് തന്നെ നമുക്ക് ആ മഞ്ഞപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് സെപ്പറേറ്റ് വറുത്ത് അത് കരിഞ്ഞു പോകും. ഈ ഒരു ചൂട് കിടന്ന് അത് മൂത്തോളും. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്, ഞാനിതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിലൊക്കെ വേഗത്തിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ കടയിൽ നിന്നും മായം ചേർന്നത് വാങ്ങി കഴിക്കുന്നതിലും നല്ലത് ഇതേപോലെ സാമ്പാർ പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് ആരോഗ്യത്തിനും നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം.